Guys, it's me, M Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് എൻ്റെ പ്രിയപ്പെട്ട SSLC വിദ്യാർത്ഥികളെ, ഇപ്പോഴും ഞാൻ വീണ്ടും പറയുന്നു, ആദ്യം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, രണ്ടാമത് നിങ്ങൾ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക, മൂന്നാമത്തേത് ഹോർലിക്സ് റിവിഷൻ, MS സൊല്യൂഷൻസിൻ്റെ കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും ഹോർലിക്സ് റിവിഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക, നോട്ടിഫൈ മീ എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത്, ഇന്ന് നേരത്തെ ലൈവിൽ ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, മെസ്സേജ് ചെയ്തിട്ടുണ്ട്, എന്തെന്നറിയോ, നമ്മുടെ ന്യൂട്ടൺ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇനി ഓഫർ ഇല്ല, അതായത് ഈ മീൻസ് ചൊവ്വാഴ്ച നിങ്ങൾ ക്രിസ്മസ് കെമിസ്ട്രി പരീക്ഷ ബയോളജി പരീക്ഷയും കഴിഞ്ഞ് വൈകുന്നേരമാണ് വരിക. അന്ന് രാത്രി 10 മണി വരെയാണ് നിങ്ങൾക്ക് സമയം. ഓഫർ പ്രൈസ് അതോടുകൂടി എൻഡ് ചെയ്യും. 7000 രൂപയുടെ ന്യൂട്ടൺ ബാച്ച് 3500 രൂപയ്ക്ക് 50% ഓഫറാണ് കൊടുക്കുന്നത്. 3500 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഈ 3 നമ്പറിൽ ഏത് നമ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. വാട്സപ്പ് ചെയ്താലും മതി കേട്ടോ. ഈ 3-ൽ ഏതെങ്കിലും ഒരു നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. മാത്രമല്ല 3500 രൂപ ഏറ്റവും കുറവാണ്. ഒരു ട്യൂഷൻ സെൻറ്ററിൽ പോലും എത്ര കൊടുക്കണം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ 3500 രൂപയ്ക്ക് നിങ്ങൾക്ക് MS സൊല്യൂഷൻസിൻ്റെ ന്യൂട്ടൺ ബാച്ച് ഒരു വർഷത്തേക്കാണ് കേട്ടോ, ഒരു മാസത്തേക്കല്ല, ഒരു വർഷത്തെ ക്ലാസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് കിട്ടും. എല്ലാ ഫീച്ചേഴ്സും ഇവിടെ എഴുതിയിട്ടുണ്ട്. പ്രത്യേക ഒരു മെൻറ്റർ സപ്പോർട്ട് വരെ ഉണ്ടാകും. ഒരു കാര്യം ഞാൻ പറയാം, ഫ്ലെക്സിൽ ഫോട്ടോ വരുമ്പോൾ ഫുൾ A+ നിങ്ങളുടെ ഫോട്ടോ ഉണ്ടാവുക. ന്യൂട്ടൺ ബാച്ചിലെ സ്റ്റുഡൻസിനോടാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. പിന്നെ ഒരു കാര്യം, നമ്മളെ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ഇവിടെ ഒക്കെ റെഡിയാണ്. എല്ലാ ക്വസ്റ്റ്യൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൽ ഇംഗ്ലീഷും മലയാളം ഉള്ളത് കൊണ്ട് തന്നെ സ്ലൈഡ്സിൻ്റെ എണ്ണം കുറച്ചൊന്ന് കൂടും. അത് ഇംഗ്ലീഷും മലയാളവും ആൻസർ കീ ഉള്ളത് കൊണ്ടാണ്. ഞാൻ എല്ലാത്തിൻ്റെയും ആൻസർ കീ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേയൊക്കെ ലൈവിൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങൾ ഈ PDF എന്ത് ചെയ്യുക, വാട്സപ്പ് ചാനലിൽ ലിങ്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് നിങ്ങളത് എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്തിട്ട് പഠിക്കുക. അതിലുള്ള ചോദ്യമുണ്ട്, ഉത്തരവുണ്ട്. ചോദ്യങ്ങളില്ലാത്ത ചില ഭാഗങ്ങളേ ഉള്ളൂ. അത് ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയാനുള്ള റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് പ്രഡിക്ഷൻ കംപ്ലീറ്റ് ഇപ്പോൾ SSLC ഓണം എക്സാം 2024 SSLC ഓണം എക്സാം 2024 MS പ്രഡിക്റ്റ് ചെയ്യുന്നു, ഈ ചോദ്യം ചോദിച്ചിരിക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം എല്ലാ ചോദ്യം നിങ്ങൾ പഠിക്കണം. എന്നെ സംബന്ധിച്ച് 40 നിങ്ങൾക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയ സ്ലൈഡ്സുകളാണ് ഇതെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. മാത്രമല്ല, ഇന്ന് രാത്രി 3 മണി AM-ന് എന്ത് ചെയ്യുന്നുണ്ട്, രാത്രി 3 മണി AM-ന് എൻ്റെ ഉമ്മ ഉംറക്ക് പോവാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് എനിക്ക് സമയമില്ല. അപ്പോൾ ഉമ്മനെ കൂടെ കുറച്ചുകൂടി സമയമൊക്കെ ചിലവഴിക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ എന്ത് ചെയ്യുക, ഉമ്മക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഉംറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് പോയി ചെയ്യുന്ന ഒരു മതകർമ്മമാണ്. എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും ഇത് കാണുന്നുണ്ടാകും. അപ്പോൾ പ്രാർത്ഥിക്കുക, തിരിച്ച് എത്തുന്നത് വരെ പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക, എന്നെയും കൂടി ഉൾപ്പെടുത്തുക കേട്ടോ. നല്ല നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ കൂടെ തന്നെ നല്ല ജീവിതം, എൻ്റെ ജീവിതമൊക്കെ നല്ല ജീവിതമാകാനും നല്ല ബർക്കത്തുള്ള ജീവിതമാകാനും ജീവിതത്തിലേക്ക് കയറി വരുന്ന ആൾ നല്ലതാവാനൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുക. അയാൾ ജീവിതത്തിലേക്ക് കയറി ചെല്ലുന്ന ആൾ നല്ലതോ ചിത്തോ എന്തായിക്കോട്ടെ, പക്ഷേ ഇങ്ങോട്ടേക്ക് വരുന്ന ആളെന്ത് ചെയ്യുക, നല്ലൊരാളാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അതൊന്നല്ല ഇവിടെ വിഷയം. ചർച്ചാ വിഷയം എന്ന് പറയുന്നത് MS പ്രഡിക്ഷനാണ്. ന്യൂട്ടൺ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. സോ ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വാട്സപ്പ് ചാനലിലേക്ക് നേരെ ചെല്ലുക. അപ്പോൾ വാട്സപ്പ് ചാനലിലെ ലിങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കാം. അതിന്മേൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ എവിടെ ചെല്ലും, വാട്സപ്പ് ചാനലിലേക്ക് ചെല്ലും. അവിടെ നിങ്ങൾ ജോയിൻ എന്ന് പറയുന്നത്, വാട്സപ്പ് ചാനൽ ഫോളോ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്താലേ നിങ്ങൾക്ക് PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് PDF എന്ത് ചെയ്യാൻ പറ്റും, ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ പഠിക്കുക. നേരത്തെ എനിക്കൊരാൾ ഫോട്ടോ അയച്ചെന്ന്, സാർ ഇതൊക്കെയല്ലേ വരിക, ഞാൻ എന്താ കോപ്പി എഴുതി വെക്കുന്നുണ്ട് കേട്ടോ. എടാ, പ്രഡിക്ഷൻ എന്ന് പറയുന്നത് പ്രവചനം മാത്രമാണ്, വരാതിരിക്കാം. ഓക്കെ, അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചിട്ട് തന്നെ പോവുക. ഒരിക്കലും MS-ൻ്റെ പ്രഡിക്ഷൻ വീഡിയോ കണ്ടുകൊണ്ടല്ല കുട്ടികളെ A+ വാങ്ങാനുള്ളത്, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാറുള്ളത്. ആ ക്വസ്റ്റ്യൻസുകൾ എന്ന് പറയുന്നത് തലേ ദിവസം കൊടുക്കുന്ന ചോദ്യങ്ങൾ മാത്രമാണ്. അത് ഇത്രയൊക്കെ ചോദ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതെങ്കിലും പഠിച്ചിട്ട് പോകണേ എന്നതാണ് പ്രഡിക്ഷൻ എന്ന വാക്കുകൊണ്ട് MS ഉദ്ദേശിക്കുന്നത്. പക്ഷേ മറ്റുള്ളവരൊക്കെ പലതും ഊഹിച്ചിട്ട് പല രീതികളിൽ ചോദ്യപേപ്പർ ചോർച്ച എന്നൊക്കെ പറയുന്നുണ്ട്. എന്തോ ആവട്ടെ, നമ്മളതിൻ്റെ വയ്യേക്ക് പോകുന്നില്ല. കാര്യം മാവിലെ മാങ്ങയുള്ളിടത്തേ എന്തുള്ളൂ, കല്ലെറിയുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. പലരും കല്ലെറിയുന്നുണ്ട്. ഓക്കെ, പലരും കല്ലെറിയുന്നുണ്ട്. തിരിച്ച് കല്ലെറിയാൻ എന്നെക്കൊണ്ട് ഇപ്പോൾ സമയമില്ല, കല്ലെറിയുന്നുമില്ല. കാര്യം ഈ കല്ലേറുകളൊക്കെ ഞാൻ ആസ്വദിക്കുന്നുണ്ട്. കാര്യം അത്രമേൽ കുട്ടികൾ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. പലരും പറയും ചോദ്യപേപ്പർ ചോർച്ച. കാര്യം നമ്മുടെ ചാനലിൻ്റെ വ്യൂവേഴ്സും ലൈക്കും കൺകറൻറ്റ് വ്യൂവേഴ്സും ചാനലിൻ്റെ ഗ്രോത്തൊക്കെ കണ്ടിട്ട് ആർക്കൊക്കെ പിടിക്കുന്നില്ല. അത്രയേ ഉള്ളൂ, ഞാൻ അത്രേ മനസ്സിലാക്കുന്നുള്ളൂ. ആർക്കാരും ഇപ്പം മമ്മൂട്ടി വളരുന്നതിൽ മോഹൻലാലിന് പ്രശ്നം ഉണ്ടാവുമോ, ഞാൻ മനസ്സിലാക്കുന്നില്ല. പക്ഷേ മമ്മൂട്ടി വളരുന്നതിൽ മറ്റാർക്കോ പ്രശ്നം ഉണ്ടാവില്ലേ, പറയാൻ പറ്റൂല. ഏകദേശം ഞാൻ മമ്മൂട്ടിയാണെന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ഇരുമ്പാണി കൊണ്ട് മണിന് 16 1 മണി കൊടുത്താൽ ഈ ചന്തവും ആയിക്കോട്ടെ. മോനെ ദിനേശ സവാരി ഗിരിഗിരി ആയിക്കോട്ടെ. നാളത്തെ SSLC ഓണം എക്സാമിലേക്ക് വേണ്ട കംപ്ലീറ്റ് ചോദ്യങ്ങളും ഈ ഒരു PDF ഉണ്ട്. PDF ഇവിടെ റെഡിയാണ് കേട്ടോ. ഈ PDF നിങ്ങൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്തെടുക്കുക.
PDF എന്ത് ചെയ്താൽ ഡൗൺലോഡ് ചെയ്തെടുക്കുക. എവിടെ ഉണ്ടാവും? വാട്സപ്പ് ചാനൽ ഉണ്ടാവും, ഫോളോ ചെയ്യട്ടോ. പിന്നെ വേറൊരു കാര്യം, എക്സാം കഴിഞ്ഞ് വന്നിട്ട് ഈ പ്രൊഡിക്ഷൻ വീഡിയോയുടെ അടിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫീഡ്ബാക്ക് പറയണം, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. അതോടൊപ്പം തന്നെ SSLC ഓണം എക്സാം കഴിഞ്ഞിട്ട്, ഓണം എക്സാം അല്ല, പോയി കുഴപ്പമില്ല, നിങ്ങളുടെ നാളത്തെ SSLC കെമിസ്ട്രി എക്സാം കഴിഞ്ഞ് വന്നിട്ട് നിങ്ങൾ എനിക്ക് ഫീഡ്ബാക്ക് അയച്ചു തരണം. എനിക്ക് പേഴ്സണലി നിങ്ങൾ ഫീഡ്ബാക്ക് അയച്ചു തരണം. വാട്സപ്പിലോ ഇൻസ്റ്റഗ്രാമിലോ എന്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഫീഡ്ബാക്ക് അയക്കാം. ഫീഡ്ബാക്ക് അയക്കുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫീഡ്ബാക്ക് അയക്കുമ്പോൾ ഫീഡ്ബാക്ക് അയക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? വോയിസ് ആണെങ്കിൽ വോയിസ് അറിയോ, ടൈപ്പ് ചെയ്യാതിരിക്കുക. ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു സുഖമില്ല. വോയിസ് അയക്കുക, അല്ലെങ്കിൽ വീഡിയോ. അപ്പം കഴിഞ്ഞ വർഷമൊക്കെ കുട്ടികൾ നേരും, സാർ ഇന്നത്തെ പരീക്ഷ എളുപ്പമായിട്ടോ എന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ട്സിനെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് തന്നിട്ടുണ്ട് കെമിസ്ട്രി പരീക്ഷൻ്റെ ഒക്കെ കഴിഞ്ഞപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമാവുകയാണെങ്കിലോ അല്ലെങ്കിൽ MS സൊല്യൂഷൻസിൻ്റെ യൂട്യൂബിലെ ലൈവുകളോ പ്രൊഡിക്ഷൻസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഈവനിങ്ങിൽ വീട്ടിലേക്ക് തിരിച്ച് വന്നിട്ട് നിങ്ങൾ വീഡിയോ ഒക്കെ ആക്കി അയച്ചു തരികയാണെങ്കിൽ ഞാൻ ഇൻസ്റ്റയിൽ അത് പോസ്റ്റ് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐഡി അവിടെ കൊടുക്കുന്നുണ്ട്, MS_solutions79. ഇതിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ വീഡിയോസൊക്കെ അയച്ചു തരിക, വോയിസൊക്കെ അയച്ചു തരിക. പിന്നെ വാട്സപ്പിലാണെങ്കിൽ ചില ആൾക്കാർക്ക് ഇൻസ്റ്റഗ്രാം ഇല്ല, 10ാം ക്ലാസ്സിലാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനത്തെ കുട്ടികളാണെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ വേറെ ആർക്കും കൊടുക്കരുത് കേട്ടോ. 8136901075 ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക കേട്ടോ. ഹലോ, ഹായ്, ഹലോ, അതിന് റിപ്ലൈ കിട്ടാൻ വേണ്ടി കാത്തിക്കണ്ട, ഞാൻ തരികയില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? വോയിസ് അയക്കുക, വീഡിയോ ഒക്കെ ഒന്ന് അയച്ചു തരിക. ഏത് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, പ്രൊഡിക്ഷൻസ് ഒക്കെ കാണാറുണ്ടോ എന്നുള്ളതൊക്കെ വീഡിയോ ഒക്കെ ഒന്ന് അയച്ചു തരിക. നിങ്ങളുടെ സ്കൂളിലേക്കൊക്കെ വരാൻ നോക്കുന്നുണ്ട്, നോക്കട്ടെ. ഓക്കെ, ഉഷാറാക്കട്ടെ. ഞാൻ എന്തായാലും ഇൻസ്റ്റയിൽ അത് റീലായിട്ട് പിറ്റേന്ന് അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ വീഡിയോ എന്ത് ചെയ്യുക? വീഡിയോൻ്റെ അടിയിലുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും കമൻറ്റ് ബോക്സിൽ നിന്നും ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് വാട്സപ്പ് ചാനലിലേക്ക് വന്നിട്ട് വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക. അവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ലിങ്ക് ഓപ്പൺ ആവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡിക്ഷൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ PDF പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. നാളത്തെ SSLC ഓണം എക്സാം പൊളിച്ചെടുക്കൂലേ? കെമിസ്ട്രി ഉഷാറാക്കുക കേട്ടോ. സോ നമ്മുടെ ബയോളജി പ്രൊഡിക്ഷനുമായിട്ട് നെബൻ സാർ വരുന്നുണ്ട്, വെയിറ്റ് ചെയ്യുക. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.